പൊതുവെ പറയുന്ന ഒരു നറേറ്റീവാണ്. ഇപ്പൊ അടുത്ത് കുറച്ച് കാലങ്ങളായി ഹുദവി മതം വിട്ട പയ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു നറേറ്റീവ് അവര് പുറത്തേക്ക് വിട്ടിരുന്നല്ലോ. അതായത് പൊതുവെ ഇങ്ങനെ ദാർഹുദയിലൊക്കെ പഠിക്കാൻ ഹുദവികളൊന്നും അവര് ജീവിതത്തിന് പ്രിപ്പയർഡ് അല്ല, അവർക്ക് പഠിക്കാൻ ജീവിത മാർഗ്ഗമല്ല എന്നുള്ള പറയുന്ന ഒരു നറേറ്റീവ്. ഇപ്പോൾ സാബിനെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഓൺടർപ്രണറിയൽ ആണ്, കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ടാണല്ലോ. അപ്പൊ പൊതുവെ അവിടുത്തെ ഒരു എന്താണ്, അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണോ അതോ വെറും മതപഠനം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. പഴയ പോലെയല്ല. പഴയ കാലത്തൊക്കെ പള്ളി ദർസ് സംവിധാനമൊക്കെ ആയിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് മതഭൗതിക സമന്വയ കലാലയങ്ങളാണ് കൂടുതൽ ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹുദവി കോഴ്സ് ആണെങ്കിലും വാഫി കോഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ കേരളത്തിൽ വന്നു. കാരണം മതവും ഭൗതികവും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നുള്ളത്. നല്ല, അതായത് ഈ 12 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ നല്ല ബേസ് ഉണ്ടാവും, അറബിയിൽ നല്ല സ്കിൽ ഉണ്ടാവും, നല്ല ഫ്ലുവന്റ് ആയിട്ട് അറബി, ഇംഗ്ലീഷ്, ഉറുദു ഒക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. മറ്റുമെല്ലാം ലോക വിവരവും ഒരു ഇന്റർനാഷണൽ സ്കോളർ ആക്കിയിട്ടാണ് ഇന്ന് പല സ്ഥാപനങ്ങളും ഇതാക്കുന്നത്. പക്ഷെ എന്തോ അവർക്ക് അത്ര ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളുകളായിട്ടും അവർക്ക് എന്ത് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലവസരങ്ങൾ ഇവിടെ ഇല്ല നാട്ടിൽ. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇപ്പൊ എന്നോട് തന്നെ കുറെ ഫ്രണ്ട്സ് ചോദിക്കലുണ്ട്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്, ഭയങ്കര ഫ്ലുവന്റ് ആണ് അവരുടെ ലാംഗ്വേജ് ഒക്കെ. പക്ഷെ അവര് സാഹചര്യം കൊണ്ടും പ്രാരാബ്ദങ്ങൾ കൊണ്ടും അവർക്ക് നാട്ടിലാണെങ്കിൽ സാലറി കുറവാണ്. എന്തായാലും ദുബായിലോട്ട് അവിടെ ടൈപ്പിംഗ് സെന്റർ ഒക്കെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അല്ലെങ്കിൽ കോട്ടിന്റെ ട്രാൻസ്ലേഷൻ അറബിക് ടു ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ദുബായിൽ പ്രവാസിയായിട്ടാണ് എല്ലാ ആളുകളും ഇപ്പൊ കൂടുതൽ എഡ്യൂക്കേഷൻ ആളുകൾ വരുന്നത്. പിന്നെ അതിൽ കുറച്ച് ആളുകൾ ചിലപ്പോൾ യൂറോപ്പിൽ വരുന്നവരുണ്ട്, തുർക്കിയിലുള്ള ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് കൺട്രിയിലുണ്ട്. അപ്പോൾ ശരിക്കും എഡ്യൂക്കേഷൻ അടിപൊളിയായിട്ടാണ് കൊടുക്കുന്നത്. അത് ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാട്ടില് ചിലപ്പോൾ ചിലപ്പോൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റ പോക്കാവായിരിക്കാം. അങ്ങനെ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥാപനത്തിൽ പോയത് കൊണ്ട് ആ ഒരു കൾച്ചറും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും കൂടെ നമ്മൾ എന്താ ഫ്ലോയിൽ പോവാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പഠിക്കലൊന്നുണ്ട്, നമ്മൾ അറിയാതെ പഠിച്ചു പോകണം, നമ്മൾ കളിക്കലായിരിക്കും. അങ്ങനെയൊക്കെ കൂട്ടത്തിലെ ഒഴുക്കിൽ നമ്മൾ പോകുന്നത് അത്രേ ഉള്ളൂ. അങ്ങനെ അതെ, ഈ പറഞ്ഞു വരുന്നുണ്ട് ഈ ദാറുലുദ്ദീൻ ഇതിലൊക്കെ അവരൊക്കെ രാമായണമൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? അതായത് അവര് ബാക്കി റിലീജിയസ് ബുക്കൊക്കെ റെസ്പെക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം, അറിവ് നേടണം തിന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പൊ അടുത്ത് രാമായണ പാരായണത്തിന്റെ ഒരു മത്സരത്തിൽ 2 മോലിയേര് കുട്ടികളാണ് ജയിച്ചത്. 1 വർഷം മുമ്പ് 2 വർഷം മുമ്പ്. അങ്ങനെ ആയുസ് പോകുന്നതേതും അറിവില മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജനാനരെയും പൂണ്ടു ചീർത്ത മോഹേനെ മരിക്കുന്നതിതു ചിലർ.